ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് ഡയമെൻഷനിങ്ങിനെ കുറിച്ചാണ്. എല്ലാ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. എല്ലാ എക്സാമിനും ഈ ഡയമെൻഷനിങ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതായത് കൺസ്ട്രക്ഷൻ, ഐസോമെട്രിക് ഡ്രോയിങ്, പ്രൊജക്ഷനിലെ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്നിവയിൽ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡയമെൻഷനിങ്. ഡയമെൻഷനിങ് എന്ന് പറയുന്ന പോർഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാട്ട് ഈസ് ഡയമെൻഷനിങ്, പ്ലേസിംഗ് ഓഫ് ഡയമെൻഷൻ, ദെൻ യൂണിറ്റ് ഓഫ് ഡയമെൻഷൻ, ദെൻ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷനിങ് എന്നിവയാണ്. ഫസ്റ്റ്, എന്താണ് ഡയമെൻഷനിങ്? ഇൻഡിക്കേറ്റിംഗ് ദ ലൊക്കേഷൻ ഓർ സൈസസ് ഓഫ് ദ ഓബ്ജക്റ്റ് ഓൺ ദ ഡ്രോയിങ് ഈസ് കോൾഡ് ഡയമെൻഷനിങ്. ഡ്രോയിങ്ങിൽ ഒരു ഓബ്ജക്റ്റിൻ്റെ സൈസിനെ കാണിക്കാൻ അല്ലെങ്കിൽ അതിനെ സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ന്യൂമറൽസ് അഥവാ നമ്പേഴ്സ്, ലൈൻസ്, സിംബൽസ് ആൻഡ് നോട്ട്സ് എന്നിവ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡയമെൻഷനിങ്ങിൽ എക്സ്റ്റൻഷൻ ലൈൻ, ഡയമെൻഷൻ ലൈൻ, ലീഡർ ലൈൻ, ആരോ ഹെഡ്, ഒബ്ലിക് സ്ട്രോക്ക് ഓർ എ പോയിന്റ് ഇത്രയും ഉപയോഗിച്ചാണ് നമ്മൾ ഡയമെൻഷനിങ് ചെയ്യാറുള്ളത്. ഡയമെൻഷനിങ്ങിന് വേണ്ടി രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. മെത്തേഡ് 1 എന്ന് പറയുന്നതാണ് അലൈൻഡ് സിസ്റ്റം. ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് അലൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അലൈൻഡ് സിസ്റ്റം ഉപയോഗിക്കുന്നതിന് 4 റൂൾസാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി ഇൻ പാരലൽ വിത്ത് ദ ഓബ്ജക്റ്റ് ലൈൻ. എപ്പോഴും ഡയമെൻഷൻ രേഖപ്പെടുത്തുന്ന ലൈനാണ് ഡയമെൻഷൻ ലൈൻ. അത് എപ്പോഴും ഓബ്ജക്റ്റ് ലൈനിന് പാരലൽ ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഓൾ ഡയമെൻഷൻ വാല്യൂസ് ആർ പ്ലേസ്ഡ് എബവ് ആൻഡ് മിഡിൽ ഓഫ് ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈനിന് സെൻറ്ററിൽ മുകളിലായിട്ട് വേണം ഡയമെൻഷൻ വാല്യൂ എഴുതേണ്ടത്. ഡയമെൻഷൻ വാല്യൂ ഷുഡ് നോട്ട് ബി മാർക്ക്ഡ് ബൈ ബ്രേക്കിംഗ് ദ ഡയമെൻഷൻ ലൈൻ. ഡയമെൻഷൻ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഡയമെൻഷൻ വാല്യൂ ഒരിക്കലും എഴുതാൻ പാടില്ല. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഹിയർ ഓൾ ഡയമെൻഷൻസ് ആർ സോ പ്ലേസ്ഡ് ദാറ്റ് ദേ മേ ബി റീഡ് ഫ്രം ദ ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് എഡ്ജ് ഓഫ് ദ ഡ്രോയിങ് ഷീറ്റ്. അതായത് നമ്മൾ വാല്യൂ വായിക്കുന്നത് ബോട്ടം ഷീറ്റിൽ നിന്ന് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുന്ന രീതിയിലായിരിക്കണം. നെക്സ്റ്റ്, മെത്തേഡ് 2, യൂണി ഡയറക്ഷണൽ സിസ്റ്റം. എന്താണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം? ഡയമെൻഷൻ വാല്യൂസിനെ ഒറ്റ ഡയറക്ഷനിൽ മാത്രം എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം. ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം. യൂണി ഡയറക്ഷൻ സിസ്റ്റത്തിൽ നമ്മൾ 4 മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡയമെൻഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി പാരലൽ വിത്ത് ദ ഓബ്ജക്റ്റ് ലൈൻ. ഓബ്ജക്റ്റ് ലൈനുമായിട്ട് പാരലലായിരിക്കണം ഡയമെൻഷൻ ലൈൻ. ഇനി ഹൊറിസോണ്ടൽ ലൈൻസ് ഡയമെൻഷൻ ചെയ്യുമ്പോൾ അത് മെത്തേഡ് 1 ചെയ്തതുപോലെ തന്നെ ആയിരിക്കണം. അതായത് സെൻറ്ററിൽ നേരെ മുകളിലായിട്ടായിരിക്കണം വാല്യൂസ് എഴുതേണ്ടത്. മൂന്നാമത്, വെർട്ടിക്കൽ അല്ലെങ്കിൽ സ്ലോപ്പിംഗ് ലൈൻസ് ആർ ഡയമെൻഷൻഡ് ബൈ ഇൻറപ്റ്റിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഡയമെൻഷൻ ലൈൻ. അതായത് സ്ലോപ്പിംഗ് ലൈനോ വെർട്ടിക്കൽ ലൈനോ നമ്മൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. ദെൻ ഓൾ ഡയമെൻഷൻ വാല്യൂ ആർ പ്ലേസ്ഡ് ദാറ്റ് ദേ മേ ബി റീഡ് ഫ്രം ബോട്ടം എഡ്ജ് ഓഫ് ദ ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഷീറ്റിൻ്റെ ബോട്ടം എഡ്ജിൽ നിന്ന് വായിക്കാവുന്ന തരത്തിലായിരിക്കണം നമ്മളിത് വാല്യൂ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നതായിരിക്കണം. നെക്സ്റ്റ്, യൂണിറ്റ് ഓഫ് ഡയമെൻഷനിങ്. സാധാരണയായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റേഴ്സാണ്, അതായത് mm. അല്ല, നമ്മൾ ഇത് എഴുതുമ്പോൾ സിമ്പൽ എഴുതേണ്ട ആവശ്യമില്ല. 50 എന്നാണ് നമ്മൾ ഡയമെൻഷനിങ്ങിൽ എഴുതുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം 50 mm എന്നാണ്. അല്ലാതെ നമ്മൾ യൂണിറ്റ് മില്ലിമീറ്റർ എന്നോ സെൻറ്റിമീറ്റർ എന്നോ മീറ്റർ എന്നോ എഴുതേണ്ട ആവശ്യമില്ല. ഇനി ദ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് മീറ്ററിലാണ് എഴുതുന്നതെങ്കിൽ ഒരു ഫുട് നോട്ട് ഉപയോഗിച്ച് നമുക്കത് എഴുതാവുന്നതാണ്. ഫുട് നോട്ടിൽ നമ്മൾ എഴുതേണ്ടത് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മീറ്റർ എന്ന് ഇൻവെർട്ടർ കോമയ്ക്കകത്ത് നമുക്ക് എഴുതാവുന്നതാണ്. ദെൻ അടുത്ത് നമ്മൾ ഒരു ഡെസിമൽ നമ്പറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 0.15 എന്ന് ആണ് എഴുതേണ്ടതെങ്കിൽ നമ്മളതിന് അതിൻ്റെ മുൻപിലായിട്ട് ഒരു 0 ആഡ് ചെയ്യണം. അതായത് 0.15 എന്നാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷനിങ് ആണ്. ഒന്നാമത്തെ പോയിന്റ്, യൂസ് എനി വൺ മെത്തേഡ്. അതായത് മെത്തേഡ് 1 മെത്തേഡ് 2 ഉപയോഗിച്ച് നമുക്ക് ഡയമെൻഷൻ ചെയ്യാം. രണ്ടാമത്തെ നോട്ട് ചെയ്യേണ്ട കാര്യം, ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി തിൻ കണ്ടിന്യൂസ് ലൈൻ ടെർമിനേറ്റഡ് അറ്റ് എൻഡ്സ് ബൈ ആരോ ഹെഡ്സ് ഓർ ഡോട്ട്സ്.
അതായത് ഡയമെൻഷൻ ലൈൻ എന്ന് പറയുന്നത് തിന്നായി കണ്ടിന്യൂസ് ലൈനാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ അറ്റത്തായിട്ട് ആരോ ഹെഡോ അല്ലെങ്കിൽ ഡോട്ടോ ഉപയോഗിക്കാവുന്നതാണ്. ദ സൈസസ് ഓഫ് ദ ആരോ ഹെഡ് ആർ പ്രൊപ്പോർഷണേറ്റ് ടു ദ സൈസ് ഓഫ് ദ ഡ്രോയിങ് ആൻഡ് ദ ആംഗിൾ ഫോർ ആരോ ഹെഡ് ഈസ് ബിറ്റ്വീൻ 15 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി. നമ്മൾ വരയ്ക്കുന്ന ഫിഗറിൻ്റെ ആനുപാതികമായിട്ടുള്ള സൈസിലായിരിക്കണം ദെൻ ആരോ ഹെഡൊക്കെ മാർക്ക് ചെയ്യേണ്ടത്. ദ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ലൈൻ ആൻഡ് എക്സ്റ്റൻഷൻ ലൈൻ ഷുഡ് നോട്ട് ക്രോസ് ഈച്ച് അതർ. ഒരിക്കലും ഡയമെൻഷൻ ലൈനും എക്സ്റ്റൻഷൻ ലൈനും ക്രോസ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ നാലാമത്തെ പോയിന്റ് ഡയമെൻഷൻ ഷുഡ് ബി പ്ലേസ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദ ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റിന് പുറത്തായിരിക്കണം നമ്മൾ ഡയമെൻഷനിങ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ലൈൻ ആൻഡ് ഹിഡൻ ലൈൻ ആർ may not be used as dimension line. ഒരിക്കലും സെൻട്രൽ ലൈനോ ഹിഡൻ ലൈനോ ഡയമെൻഷൻ ലൈനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്പേസിംഗ് ബിറ്റ്വീൻ ഫസ്റ്റ് ഡയമെൻഷൻ ലൈൻ ആൻഡ് ദ ഓബ്ജക്റ്റ് ലൈൻ ഷുഡ് ബി 10 mm ആയിരിക്കണം. അതായത് ഫസ്റ്റ് ഡയമെൻഷൻ ലൈനും ഓബ്ജക്റ്റ് ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 mm, അതായത് 1 cm ആയിരിക്കണം. ആൻഡ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ 2 ഡയമെൻഷൻ ലൈൻ ഷുഡ് ബി 8 mm ആയിരിക്കണം. 2 ഡയമെൻഷൻ ലൈൻ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 8 mm ആയിരിക്കണം. നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡയമെൻഷനിങ്. അതിലൊന്നാമത്തതാണ് ചെയിൻ ഡയമെൻഷനിങ്. ഫിഗർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വാല്യൂസ് 1 by 1 ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നതിന് ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയുന്നു. നെക്സ്റ്റ് പാരലൽ ഡയമെൻഷനിങ്. വാല്യൂസ് എന്ന് പറയുന്നത് ഒരൊറ്റ കോമൺ ഒറിജിനിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡേറ്റത്തിൽ നിന്നാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് പാരലൽ ഡയമെൻഷനിങ്. നെക്സ്റ്റ് പ്രോഗ്രസീവ് ഡയമെൻഷനിങ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേര് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷനിങ് എന്നാണ്. സ്പേസ് ലിമിറ്റേഷൻസ് ഉള്ള സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഡയമെൻഷനിങ് ആണ് ഈ പ്രോഗ്രസീവ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഇതിൽ ഒരൊറ്റ കോമൺ ഒറിജിനാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ആരോ ഹെഡ്സ് എല്ലാം ഒരു ഡയറക്ഷനിലോട്ട് മാത്രമായിരിക്കും കാണിച്ചിരിക്കുന്നത്. അതായത് ഡയമെൻഷൻസ് ആർ സൂപ്പർ ഇമ്പോസ്ഡ് ഇൻ 1 ലൈൻ. ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള വാല്യൂസ് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കി നോക്കൂ. നെക്സ്റ്റ് ഫോർത്ത് വൺ കമ്പൈൻഡ് ഡയമെൻഷനിങ്. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ചെയിൻ ആൻഡ് പാരലൽ ഡയമെൻഷനിങ്. ചെയിൻ ഡയമെൻഷനിങ്ങിൻ്റെയും പാരലൽ ഡയമെൻഷനിങ്ങിൻ്റെയും കോമ്പിനേഷന് പറയുന്ന പേരാണ് കമ്പൈൻഡ് ഡയമെൻഷനിങ്. അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ ഈസ് ഡയമെൻഷനിങ് ബൈ കോഓർഡിനേറ്റ്സ്. ഡയമെൻഷനിങ് ബൈ കോഓർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഒരു സിറ്റിയുടെയോ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെയോ മാപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഡയമെൻഷനിങ് ബൈ കോഓർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ഡയമെൻഷനിങ് കോമൺ ഫീച്ചേഴ്സ് ഒറിജിൻ ഇൻഡിക്കേഷൻ ആൻഡ് ടെർമിനേഷൻ, ലീഡർ ലൈൻ, സർക്കിൾ, റേഡിയസ്, കോഡ് ആൻഡ് ആർക്ക്, ചേംഫർ, ടേപ്പർ എന്നിവ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഫിഗർ നോക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ സിമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അതും ഓരോ സിമ്പിൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കി പഠിക്കുക. ഡയമെൻഷനിങ്ങിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.